Hey guys, welcome back to my channel. കങ്കു ആൻഡ് ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. അതായത് 2001 സൂര്യയുടെ ലാസ്റ്റ് ഒരു ഫുൾ ഫിലിം മൂവി റിലീസായത് എതിർക്കും തുനിന്തവൻ. അതിനുശേഷം 2022 വിക്രം എന്ന സിനിമയിൽ ഒരു കിടിലൻ ക്യാമിയോ നടത്തിയിട്ട് പോയി. പിന്നെ റോക്കറ്റ് എന്ന സിനിമയിൽ ഒരു കിടിലൻ ക്യാമിയോ നടത്തിയിട്ട് പോയി. പിന്നെ അതിനുശേഷം ഓൾമോസ്റ്റ് 1.25 വർഷത്തിന് ശേഷമാണ് സൂര്യ കങ്കുവാനിലൂടെ തിരിച്ചു വരുന്നത്. ഇതിലൊരു മെയിൻ പോയിന്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഡയറക്ടർ ശിവയാണ്. ശിവയുടെ അതിന് മുന്നത്തെ 2 പടങ്ങളും അട്ടാറ് ഫ്ലോപ്പ്. അതിൽ അണ്ണാത്തെ എന്ന് പറഞ്ഞ സിനിമയുണ്ട് രജനീകാന്തിൻ്റെ. അട്ടാറ് ഫ്ലോപ്പ് സാധനം വരുന്നത്. സോ അതിനുശേഷം കങ്കുവാൻ എന്ന് പറഞ്ഞ സിനിമ അത് സൂര്യ വെച്ച് ചെയ്യുമ്പോൾ മിക്കവാറും ഓൾറെഡി പുള്ളി പ്രിപ്പയർഡ് ആയിരിക്കണം ഇതിങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ടീസർ കണ്ടിട്ട് വരാം. പ്രസാദം ബോബി അപ്പോൾ എന്തായാലും ടീസർ ഓക്കെ, ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ കുറച്ചൊരു ഫാന്റസി ഉള്ള സംഭവം മനസ്സിലായി. ഒരു പടം ഒരു ഫാന്റസിയാണ്. ബോബി ഓക്കെ, ബോബിക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബോബി ഒരു വല്ലാത്തൊരു സൈക്കോ ക്യാരക്ടർ പോലെയാണ് എനിക്ക് തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത്. പിന്നെ മ്യൂസിക് ആക്ച്വലി ദേവി ശ്രീ പ്രസാദ് ആണ്. ഹീസ് വെരി ഗുഡ്, നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. BGM ഒക്കെ മേ ബി കയറി ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോങ്സും ഓക്കെ, നല്ല സോങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് പുള്ളി. പുഷ്പയിലൊക്കെ നല്ല കേട്ടിട്ടുള്ള സോങ്സ്. പുഷ്പയിലെ സെയിം മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് SDP. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ആ VFX ഉണ്ടല്ലോ, ആ ഒരു ക്രോക്കഡൈലിൻ്റെ മുതലയുടെ സാധനം, അത് ഒരു രക്ഷയില്ല. കണ്ണ് ക്ലോസ് ആയത് അത് റേഞ്ച് സാധനമായിരുന്നു. ഇതിൻ്റെ ബഡ്ജറ്റ് ആക്ച്വലി 300 തൊട്ട് 350 കോടി വരെ ബഡ്ജറ്റ് റൈസ് പോകുന്നത്. സോ അതിനുള്ള സംഭവം കാണേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, ശിവ ഡയറക്ടറാണ്. മേ ബി ഇതൊരു അട്ടാറ് സിനിമയായിരിക്കും, അല്ലെങ്കിൽ പൊട്ട പടമായിരിക്കും. ഇതിലേക്ക് ഉടനെ സംഭവിക്കും. ശിവയാണ് പുള്ളിക്കാരൻ. ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ഗ്രൗണ്ട് പിടിക്കുന്ന പുള്ളിക്കാരനാണ്. ഒരു ആക്ഷൻ പടം ചെയ്യണമെങ്കിൽ ഒരു ആക്ഷൻ ഇമോഷണൽ ആയിരിക്കും. ചിലപ്പോൾ അതിൽ ഇമോഷൻ ഭയങ്കരമായിട്ട് കൂടും, ആക്ഷൻ നല്ലോണം കുറയും. അങ്ങനെയൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. ഇത് എന്തോ നല്ല ഗോറൊക്കെ സീൻസ് വെച്ച് എടുത്തിട്ടൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. മേ ബി ഈ പടം ഒരു നല്ലൊരു പടം ആവട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ബിക്കോസ് നല്ല പടങ്ങൾ വേണം ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ. സോ ലെറ്റ്സ് വെയിറ്റ്. എനിക്ക് ആക്ച്വലി സൂര്യ ഒരുപാട് ഇഷ്ടമുണ്ട്. കാരണം ഹീസ് എ വെൽ ആക്ടർ, കിടിലൻ ആക്ടറാണ്. സ്റ്റോറി സെലക്ഷൻ, സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ സൂര്യ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് കണ്ടുകൊണ്ടായിരിക്കണം സൂര്യ ഇത് ചെയ്തത്. സോ നമുക്ക് നോക്കാം എന്താവും എന്നുള്ള കാര്യം. ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. ഫോർ നെക്സ്റ്റ് ഇതിൻ്റെ ട്രെയിലർ എന്തായാലും റിലീസ് ചെയ്യും. അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയുണ്ടോ എന്നുള്ള കാര്യം. ട്രെയിലറിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹോപ്പ് കിട്ടും ആക്ച്വലി. സോ നമുക്ക് നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ.